ഹലോ ഗൈസ്, ഇലക്ട്രോണിക് മലയാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നിച്ചിക്കോൺ ബ്രാൻഡിൻ്റെ കോപ്പി അടിച്ചുണ്ടാക്കിയ നിച്ചിയോൺ എന്ന് പറയുന്ന ഒരു കപ്പാസിറ്ററാണ്. ഇത് ഏകദേശം 100-125 രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ പുതുപുത്തൻ കപ്പാസിറ്ററാണ്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എക്യുപ്മെൻറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഇത് 330 മൈക്രോ ഫാരഡ് 400 വോൾട്ടിൻ്റെ 450 വോൾട്ടിൻ്റെ ഹൈ വോൾട്ടേജ് കപ്പാസിറ്ററാണ് നമ്മുടെ ഒരു എക്യുപ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിട്ടിട്ട് കറക്റ്റായിട്ട് വർക്ക് ആവുന്നില്ല. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റർ എന്തെങ്കിലും പ്രശ്നമാണെന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്തപ്പോഴാണ് ഇത് ഒറിജിനൽ അല്ല എന്ന് മനസ്സിലായത്. നിച്ചിക്കോൺ അല്ല എന്ന് നമുക്കറിയായിരുന്നു, നിച്ചിയോൺ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ കപ്പാസിറ്റി എത്രയെന്ന് അറിയാൻ വേണ്ടി മെക്കോയുടെ മീറ്ററിൽ കപ്പാസിറ്റൻസ് ഇട്ടിട്ട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 100-125 രൂപയ്ക്ക് മേടിച്ച കപ്പാസിറ്റർ നിച്ചിക്കോൺ ആണെങ്കിൽ 500 രൂപ മുകളിലാണ് വില. സെയിം കപ്പാസിറ്റിക്ക് 173 മൈക്രോ ഫാരഡ് 170 മൈക്രോ ഫാരഡേ ഉള്ളൂ. 330 മൈക്രോ ഫാരഡ് വേണ്ടുന്ന കപ്പാസിറ്ററാണ്. അടുത്ത കപ്പാസിറ്റർ ഞാൻ ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. ഇത് അതിലും കഷ്ടമാണ്. ഏകദേശം 128 മൈക്രോ ഫാരഡ്. വളരെ മോശം കപ്പാസിറ്റർ. 500 രൂപ വില കൊടുത്ത് നിച്ചിക്കോൺ വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് 100-120 രൂപ കൊടുത്ത് വാങ്ങിയ കപ്പാസിറ്ററാണ്. ഇതൊരു ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷനിൽ വേണ്ടുന്ന കപ്പാസിറ്ററാണ്. ഇനി മീറ്ററിൻ്റെ എന്തെങ്കിലും കുഴപ്പമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പയ്യെ മീറ്ററിന് മാറ്റിയിട്ട് ഇച്ചിരി പ്രൊഫഷണൽ മീറ്റർ എടുത്തു. കീ സൈറ്റിൻ്റെ U1732 എന്ന് പറയുന്ന ഈ മീറ്റർ ഏകദേശം 32,000 രൂപ വിലയുള്ള മീറ്ററാണ്. LCR മീറ്ററാണ്. സോ ഇതിൽ റീഡിങ് വളരെയധികം ആക്യുറേറ്റ് ആയിരിക്കും. ഞാൻ ആ മെക്കോയുടെ മീറ്റർ മാറ്റിയിട്ട് ഞാൻ ഇത് ജസ്റ്റ് ഒരു കൺഫർമേഷൻ വേണ്ടി ഡബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഇതിലേക്ക് കണക്ട് ചെയ്യാം. മീറ്റർ 0 ആക്കാൻ മറന്നുപോയി, പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ഹൈ വോൾട്ടേജ് കപ്പാസിറ്ററുകൾ ഇലക്ട്രോണിക്സ് റിപ്പയറിംഗ് ഷോപ്പുകളൊക്കെ മാറ്റിയിടേണ്ടി വരുന്ന സമയത്ത് വിലക്കുറവ് നോക്കിയിട്ട് അന്നേരം കിട്ടുന്നൊരു ബ്രാൻഡ് അങ്ങ് മേടിച്ചിടുക പതിവ്. പക്ഷേ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ എക്യുപ്മെൻറ്റ് വീണ്ടും കംപ്ലൈൻ്റ് ആവും. അതിൻ്റെ കാരണം ഈ സ്ക്രീനിൽ കാണുന്നതാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന കപ്പാസിറ്റൻസ് വാല്യൂ ഒന്നും ആയിരിക്കില്ല ആ കപ്പാസിറ്റൻ്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത്. ഇത് തന്നെ കണ്ടില്ലേ, വളരെ കുറഞ്ഞ വാല്യൂയാണ് കീസൈ മീറ്റർ കാണിക്കുന്നത്. നമുക്ക് ESR കൊണ്ടും ചെക്ക് ചെയ്യാം. അതായത് കപ്പാസിറ്ററിൻ്റെ ഇക്വലൻറ്റ് സീരീസ് റെസിസ്റ്റൻസ് കൊണ്ടും ചെക്ക് ചെയ്യാം. 240 മില്ലി ഓംസ്. അത് വളരെ കൂടുതലാണ് കപ്പാസിറ്ററിനെ സംബന്ധിച്ചത്, ഹൈ വോൾട്ടേജ് കപ്പാസിറ്ററിനെ സംബന്ധിച്ചത്. അപ്പോൾ ഇതിടുന്ന എക്യുപ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഇതുപോലത്തെ വില കുറവ് നോക്കിയിട്ട് ചീപ്പ് ക്വാളിറ്റി കപ്പാസിറ്റർ വാങ്ങിച്ചിടരുത്. നമ്മുടെ എക്യുപ്മെൻറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ പിന്നെയും നമുക്ക് അതിൻ്റെ പുറകെ മെനക്കെട്ട് റിപ്പയറിങ് വേണ്ടി നടക്കേണ്ടി വരും. സോ പൈസ ഒരല്പം കൂടുതലാണെങ്കിലും പരമാവധി ഈ പറയുന്ന ഹൈ വോൾട്ടേജ് കപ്പാസിറ്ററുകൾ ബ്രാൻഡഡ് തന്നെ വാങ്ങിക്കുക. ഇതിൻ്റെ പ്രധാന പ്രശ്നം കപ്പാസിറ്റി കുറവാണെന്നുള്ളത് മാത്രമല്ല, കപ്പാസിറ്റി ഫേക്ക് ചെയ്യാമെങ്കിൽ ഇവർക്ക് വോൾട്ടേജ് ഫേക്ക് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. 150 മൈക്രോ ഫാരഡിന് 450 വോൾട്ടിന് പകരം എത്ര വോൾട്ടിൻ്റെയാണെന്ന് ആർക്കറിയാൻ പറ്റും. കുത്തിക്കഴിഞ്ഞ് പൊട്ടിത്തെറിക്കുമ്പോൾ മനസ്സിലാവും. അതാണ് പ്രശ്നം. ഓക്കെ.